എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂറ്റിത്തറ റെഡി ആക്കിയില്ല കേട്ടാ. ഇപ്പോൾ മൂക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. നമ്മളെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ബാർപ്പിൻ്റെ മേലെ നിന്ന് കുറച്ച് മാങ്ങ പറിക്കാമെന്ന് വിചാരിച്ച്. അതായത് ബാർപ്പിൻ്റെ മേലെ 2 ദിവസം മഴ പെയ്തിട്ട് വെള്ളം കെട്ടി നിൽക്കുക. ഇപ്പോൾ ഈ വെള്ളത്തിലാണ് ഉള്ളത് മാങ്ങ. ചണ്ടിയുണ്ട്. അങ്ങനെ അത് പറിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു ഹെൽപ്പറുണ്ട്. എൻ്റെ മോൻ പിന്നെ എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടാവും. എനിക്കത് പറ്റിയാലും പറ്റിയില്ലെങ്കിലെല്ലാം ഞാനും ഉണ്ട് ചെയ്യുമെന്ന് പറഞ്ഞ് എൻ്റെ പെൺ തന്നെ ഉണ്ടാവും. അങ്ങനെ ഇതാ നമ്മൾ മാങ്ങയെല്ലാം പറിച്ച് പെറുക്കി വെക്കുന്നത്. ബാർപ്പിൻ്റെ മേലുള്ള ചണ്ടിയൊന്നും ഇപ്രാവശ്യം അടിച്ചു വാരിയില്ല. കാര്യമായിട്ടൊന്നും അടിച്ചു വാരില്ല. കാരണം ആ സൈഡിൽ ഒരു പിലാ ഉണ്ടായിരുന്നു, അത് മുറിച്ച് വേറൊരു ജാതി ഉണ്ടായിരുന്നു, അത് മുറിച്ച്. അപ്പോൾ വലിയൊരു ചണ്ടിയും കാര്യങ്ങളൊന്നും ഇപ്രാവശ്യമില്ല. അങ്ങനെ നമ്മൾ മാങ്ങ പൊറുക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ പറിക്കാനുണ്ടായ കാരണം ഇത് മൂത്തുക്കോ അങ്ങനെയൊന്നും നടക്കാറിനൂടാ. ഞാനിങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാത്തത് കൊണ്ട് ഞാൻ ഏകദേശം വെള്ളത്തിലുള്ളതും കുറച്ച് അതിൻ്റെ കൂടെ ഒരു 3-4 മാങ്ങ വേറെ അങ്ങനെയെല്ലാം പറിച്ചുകൂടെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നിലത്തെ കൊല്ലമെല്ലാം ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിക്ക് തിർണിയിൽ. ഉമ്മ ഇങ്ങനെ പറയും, എനിക്കൊരു കൊക്ക കെട്ടിയിട്ട് ഇങ്ങനെ പറിച്ചൂടെ, എന്തിനാ കിളീനെ കൊണ്ട് തിന്നിക്കുന്നത്, മനുഷ്യന്മാരുടെ ഇടയിലൂടെ പോകും ഞാൻ ലാനത്തെയ്യോ അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറയും. ഞാൻ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചോനെ എനിക്കതിന് മാങ്ങ തരണ്ട റബ്ബേ, എനിക്ക് പറിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കൊക്ക കെട്ടിയിട്ടൊന്നും എനിക്ക് പറിച്ചൂടാ, അതുകൊണ്ട് എനിക്ക് ഇനി മാങ്ങ തരണ്ട, എനിക്ക് മാണ്ട, എനിക്ക് മാങ്ങയും വേണ്ട ചക്കയും വേണ്ട, എനിക്ക് മോളോട്ടൊക്കെ ഒരു സാധനം എന്നെ കൊണ്ട് പറിക്കാൻ പറ്റില്ല. കൈ കൊണ്ട് എഴുതി പിടിക്കുന്ന അല്ലാണ്ട് കൊക്ക കെട്ടിയിട്ടും എന്നെ കൊണ്ടാവില്ല. കഴിഞ്ഞ കൊല്ലം എൻ്റെ അനിയത്തിയോ ആങ്ങളുടെ ഓളെല്ലാം കൂടിയും ബാർപ്പിൻ്റെ മേലെ കാരിയിട്ട് കൊക്കയെല്ലാം കെട്ടിയിട്ട് ഓല് കുറേ പറിച്ചിക്കും, ബാക്കിയെല്ലാം വീണയ്ക്ക്. ഇവിടെ മെയിനായിട്ട് എന്ന് പറയുന്നത് മേലെ കോണി റൂമില്ലാത്തത് കൊണ്ട് കോണി വെച്ച് കാരിയിട്ട് വേണം മാങ്ങ പറിക്കാനെല്ലാം. അങ്ങനെ പഠിച്ചോന് എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ പ്രാർത്ഥന കേട്ടിട്ട് എന്താ പറയണ്ടേ, കൈകൊണ്ട് പറിക്കാൻ പറ്റുന്നിടത്തുനിന്ന് നിലത്തുനിന്ന് എടുക്കുന്നിടത്തുനിന്നല്ല ഈ പ്രാവശ്യം മാങ്ങാന്ന്. ആ ഒരു ഭാഗത്ത് മാത്രം, വേറൊരു സ്ഥലത്തും മാങ്ങാൻ നിൽക്കില്ല. അങ്ങനെ നിലത്തുനിന്ന് കൊക്ക കെട്ടി പറിക്കേണ്ട അടുത്തൊന്നും മാങ്ങയില്ല. അങ്ങനെയാ കാര്യങ്ങളെല്ലാം ഉള്ളത്. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും മഴ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 1-2 മഴയെല്ലാം ഏകദേശ സ്ഥലത്തും പെയ്തെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാനും ഓനും മാങ്ങ എല്ലാം പറിച്ച് അരിപ്പയിലാക്കി. ഇന്ന് മാങ്ങ ചാടാനും പറ്റുന്നില്ല. ഇങ്ങനെ ആദ്യം ഓനിറങ്ങിയരെ ഓനോട് ഞാൻ പറഞ്ഞു, മോനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് മാങ്ങ എടുത്തിരാൻ ആരും ഉണ്ടാവില്ല, അവിടെ ഇങ്ങനൊരു കാര്യം ചെയ്യ്, ഇനി മേലക്കാരി എന്നിട്ട് ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് അങ്ങോട്ടേക്ക് കൊട്ട തന്നിട്ട് എനിക്ക് ഇറങ്ങാൻ തന്നെ. ഈ കോണിയും വന്നിട്ട് അങ്ങ് താഴെ പോയിക്കുണ്ടെങ്കിൽ എല്ല് പെറുക്കിയെടുക്കേണ്ടി വരും. പിന്നെ എൻ്റെ അടുത്ത് എനിക്ക് കൂടുതലും വരുന്ന കമൻറ്റ് യൂട്യൂബിൽ നിന്ന് എത്ര പൈസ കിട്ടിയെന്ന്. എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇതുവരെ 1 ഉറുപ്പ്യ പോലും കിട്ടിയില്ല. ഇപ്പം അടുത്ത കാലമൊന്നും കിട്ടുവാനും പോകുന്നില്ല. നിങ്ങളെല്ലാം ഒന്ന് സഹകരിച്ച് നിങ്ങളെല്ലാം ഒന്ന് വീഡിയോ കണ്ട് അത് ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ അതിന് മാത്രമുള്ളൊരു വീഡിയോ ഞാനിട്ട് ഇടുന്നുമില്ല. എന്നാലും അങ്ങനെ നല്ലൊരു വീഡിയോസൊന്നുമല്ല ഇപ്പം ആരും ഇടുന്നത്. എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ എനിക്കും എന്തെങ്കിലും ചില്ലറയിൽ നിന്ന് വാങ്ങിക്കാം. ഇൻഷാ അല്ലാഹ് 1-2 കൊല്ലം കൊണ്ടെല്ലാം എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ആങ്ങളുടെ വീടാണ് ഇപ്പം എടുത്ത വീടാണ്. അങ്ങനെ പിന്നെ അടുത്ത പരിപാടി അത് പകുക്കം വെക്കണമല്ലോ. ഞാനിങ്ങനത്തെ പണിക്കൊന്നും നിൽക്കലില്ല. അരക്കിൽ 2-3 ഇതെന്നെ ഉമ്മ പറിച്ച് കൈകാര്യം ചെയ്യുന്നത്.
അതിലുമ്മ എനിക്ക് കുറച്ച് തരും. അങ്ങനെ പിന്നെ പക്വം വെച്ച് ഇങ്ങനെ കടലാസ് കെട്ടിയിട്ട് ഒരു ബക്കറ്റിലോ, പണ്ടെല്ലാം വെണ്ണീറില വെക്കൽ, ഇപ്പം കടലാസ് കെട്ടിയിട്ട് ബക്കറ്റിലോ ഇതിലോ എല്ലാറ്റും വെക്കല. വർത്താനം പറയാനൊന്നും കഴിയല്ല. ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും ഇന്നൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. മക്കൾക്കെല്ലാം കല്യാണം. അപ്പം ഞാൻ റവയോ ദോശയോ അങ്ങനെയെല്ലാം ഉണ്ടാക്കി, അതുകൊണ്ട് ആ വീഡിയോ ഒന്നും ഇല്ലാത്ത. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഈ വീഡിയോ എടുത്തങ്ങിടാം, വാച്ചവറൊന്നും കുറഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ നല്ല പനിയും തൊണ്ടവേദന കുറച്ച് കുറവുണ്ട്. മൂക്കടഞ്ഞിട്ടാണെങ്കിൽ ഇന്നലെ ഒന്നും ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ഓരോ അവസ്ഥകൾ. ഇനിയിപ്പം മഴേൻ്റെ പനി അങ്ങനെ അവിടെ ബാക്കിയുണ്ട്. മഴേൻ്റെ പനി വേറെ, വെയിലിൻ്റെ പനി വേറെ. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. മാങ്ങമാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് വന്നാൽ ഇതിൽ നിന്ന് 2 എണ്ണമെങ്കിലും ഞാൻ തരും. ഓക്കെ.